ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ ടീമിലെടുക്കണമെങ്കിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയോട് സെലക്ടർമാർ ആവശ്യപ്പെട്ടു. മുഷ്താഖ് അലി ട്രോഫിയിൽ കളിക്കാനും താരത്തോട് ബോർഡ് നിർദ്ദേശിച്ചു. ഏഷ്യ കപ്പിലേറ്റ പരിക്കിനെ തുടർന്ന് ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ ഒക്ടോബർ 15 മുതൽ ഹാർദിക് റിഹാബിലിറ്റേഷനിലായിരുന്നു. നവംബർ 29 വരെ ബംഗളൂരുവിൽ തുടർന്നു. ദീപാവലി ആഘോഷത്തിന് മാത്രം 3 ദിവസം അവധിയെടുത്തതൊഴിച്ചാൽ മുഴുവൻ സമയവും പരിശീലനം. മാച്ച് ഫിറ്റ്നസ് നേടിയ ഹാർദിക് അങ്ങനെ 2 മാസത്തിന് ശേഷം വീണ്ടും കളത്തിലേക്കെത്തി. ചേട്ടൻ കൃണാൽ പാണ്ഡ്യ ക്യാപ്റ്റനായ ബറോഡ ടീമിൽ. പഞ്ചാബിനെതിരായ മത്സരത്തിലാണ് ഹാർദിക്കിന്റെ തിരിച്ചുവരവ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ബറോഡയെ തല്ലിക്കെടുത്തി. അൽമോൽ പ്രീതിന്റെയും അഭിഷേക് ശർമ്മയുടെയും മികവിൽ 222 എന്ന കൂറ്റൻ സ്കോറിലെത്തി പഞ്ചാബ്. 4 ഓവർ എറിഞ്ഞ ഹാർദിക് 52 റൺസ് വഴങ്ങി. നേടിയത് ഒരേയൊരു വിക്കറ്റും. കൂറ്റൻ സ്കോറിലേക്ക് പക്ഷേ ഹാർദിക് തന്നെ ബറോഡയെ നയിച്ചു. 42 പന്തിൽ പുറത്താകാതെ 77 റൺസ്, 4 സിക്സറും 7 ഫോറും. സെലക്ഷൻ കമ്മിറ്റി അംഗം പ്രഗ്യാനോജയെ സാക്ഷി നിർത്തി ഹാർദിക് കളത്തിൽ പ്രകടനം കൊണ്ട് പറഞ്ഞു, ഞാൻ ഫിറ്റാണ്. ഉയർച്ച താഴ്ചകൾ ഏറെ കണ്ട കരിയറും ജീവിതവുമാണ് ഹാർദിക്കിൻ്റേത്. ബറോഡ വഴി മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെത്തിയതാണ് നിർണായകമായത്. ഹാർദിക്കിനെയും സഹോദരൻ കൃണാലിനെയും കണ്ടെത്തിയ കഥ ഒരിക്കൽ മുംബൈ ഇന്ത്യൻസ് ഉടമ നിത അംബാനി വെളിപ്പെടുത്തിയിരുന്നു. വിശപ്പടക്കാൻ നൂഡിൽസ് മാത്രം കഴിക്കാനുണ്ടായിരുന്ന ക്രിക്കറ്റ് കിറ്റിനുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയ, എന്നാൽ ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമുള്ള പാണ്ഡ്യ ബ്രദേഴ്സിനെ മുംബൈ ഇന്ത്യൻസ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഹാർദിക് 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠനം പോലും നിർത്തി. IPL 2015 അരങ്ങേറ്റം. പിന്നെ മുംബൈയുടെ എല്ലാമായി. 9 വർഷം മുമ്പ് ഓസ്ട്രേലിയക്കെതിരെ 2020 ഹാർദിക്കിന്റെ ഇന്ത്യൻ ടീം അരങ്ങേറ്റം. പന്തിലും ബാറ്റിലും സ്ഥിരതയുള്ള പ്രകടനത്തിലൂടെ ലക്ഷണമൊത്ത ഓൾറൗണ്ടറാണ് താനെന്ന് ഹാർദിക് തെളിയിച്ചു. അടുത്ത കപിൽ ദേവ് എന്ന് ഏവരും വിളിച്ചു. ഓസ്ട്രേലിയക്കെതിരെ ചെപ്പോക്ക് ഇന്നിംഗ്സിൽ ഹാർദിക് ഏവരുടെയും പ്രിയപുത്രനായി. അടുത്ത കപിൽ എന്ന വിളിപ്പേര് പ്രകടനം കൊണ്ട് അന്വർത്ഥമാക്കി. 11 റൺസിലെത്തിയപ്പോഴേക്ക് രഹാനെയെയും കോഹ്ലിയെയും മനീഷ് പാണ്ഡ്യയെയും അടങ്ങിയ ഇന്ത്യയെ ഹാർദിക്കാണ് നയിച്ചത്. ഒരറ്റത്ത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ സാക്ഷി നിർത്തി നേടിയ 83 റൺസ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. 2 വിക്കറ്റ് നേടിയ ഹാർദിക് കളിയിലെ താരവുമായി അന്ന്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഒറ്റയ്ക്ക് പോരാടിയിട്ടുണ്ട് ഹാർദിക്. അന്ന് ഇന്ത്യ തോറ്റു. ഹാർദിക് മാത്രം ആ നിരയിൽ ജയിച്ചു. മോശം ഫോമും പരിക്കുകളും പിന്നെ അയാളെ വലച്ചുകൊണ്ടിരുന്നു. 2018 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ പരിക്കേറ്റ ഹാർദിക്കിനെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. തുടരെ ശസ്ത്രക്രിയകളും വിശ്രമവും. പിന്നീട് 2 വർഷത്തോളം ക്രിക്കറ്റിൽ അയാളെ കണ്ടില്ല. ഇതിനിടെ കോഫി വിത്ത് കരൺ പരിപാടിയിലെ വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഷൻ ഉൾപ്പെടെ നേരിടേണ്ടിയും വന്നു. അപ്പോഴൊക്കെ പല ഓൾറൗണ്ടർമാരെ ഇന്ത്യ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹാർദിക്കിനെ പോലെ ലക്ഷണമൊത്ത ഒരാളെ എവിടെയും കിട്ടിയില്ല. പിന്നീട് മുംബൈയും ഹാർദിക്കിനെ കൈയൊഴിഞ്ഞു. പുതുമുഖ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേർന്ന ഹാർദിക്കിനെ അവർ ക്യാപ്റ്റനാക്കി. ആദ്യ സീസണിൽ കിരീടം നേടിക്കൊണ്ടാണ് ഹാർദിക് വിമർശകരുടെ വായടപ്പിച്ചത്. 2ാം സീസണിലും ഫൈനലെത്തിയെങ്കിലും ചെന്നൈയോട് പരാജയപ്പെട്ടു. തിരികെ വീണ്ടും മുംബൈയിലേക്ക്. രോഹിത് ശർമ്മയെ മാറ്റി ക്യാപ്റ്റനാക്കി. മുംബൈയുടെ പ്രിയപുത്രനെ വെട്ടിയതിൽ ആരാധകരോഷം അണപൊട്ടി. സോഷ്യൽ മീഡിയയിലും ഗ്രൗണ്ടിലും പ്രതിഷേധമാളിക്കത്തി. പാണ്ഡ്യയ്ക്ക് നേരെ കൂക്കുവിളികൾ നിരന്തരമായി. ഒരു മത്സരത്തിനിടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ നായയെ നോക്കിവരെ ആരാധകർ ഹാർദിക് ഹാർദിക് എന്ന് വിളിച്ചു. ആ സീസണിൽ ടീമിനും അദ്ദേഹത്തിനുമൊന്നും ചെയ്യാനായില്ല. പക്ഷേ അതേ വാങ്കഡയിൽ ലോകകപ്പ് നേടി ഹാർദിക് പിന്നീട് തിരിച്ചു വന്നു. ബാർബഡോസിലെ കെന്നിംഗ്ടൺ ഓവലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായക ഓവർ എറിഞ്ഞ് മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കിയത് ഹാർദിക് ആയിരുന്നു. മത്സരശേഷം കൊച്ചുകുട്ടിയെ പോലെ ഹാർദിക് കരഞ്ഞു. ചാമ്പ്യന്മാർക്ക് വാങ്കഡയിലൊരുക്കിയ സ്വീകരണത്തിൽ കയ്യടികൾ അത്രയും ഹാർദിക്കിനായിരുന്നു. ഒരിക്കൽ നായയോട് പോലും ഉപമിച്ച് അധിക്ഷേപിച്ച ഹാർദിക്കിന്റെ രാജകീയ തിരിച്ചുവരവ്. ഇതിനിടെ സ്വകാര്യ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളിലൂടെയായിരുന്നു ഹാർദിക് കടന്നുപോയത്. സെർബിയൻ മോഡലായ നടാഷ സ്റ്റാൻകോവിച്ചുമായുള്ള വിവാഹബന്ധം വഷളായി. കഴിഞ്ഞ വർഷം ഇരുവരും വിവാഹമോചിതരുമായി. ബോളിവുഡ് നടിയും മോഡലുമായ മഹിക ശർമ്മയാണ് ഹാർദിക്കിന്റെ പുതിയ കൂട്ട്. ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇരുവരും ഇൻസ്റ്റയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് മത്സരം കാണാനായി മഹിക ഒരിക്കൽ ഗാലറിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ചാമ്പ്യന്മാരായ, ഇപ്പോഴും കിരീടം കയ്യിൽ കിട്ടാത്ത ആ ഏഷ്യ കപ്പിലാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്ന് പരിക്കേൽക്കുന്നത്. ഇതിനിടെ പാകിസ്ഥാനെതിരായ ഫൈനൽ, ഓസ്ട്രേലിയക്കെതിരായ ഏകദിന 2020 പരമ്പരകളെല്ലാം ഹാർദിക്കിന് നഷ്ടമായി. സ്പിൻ ഓൾറൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും മീഡിയം പേസ് ഓൾറൗണ്ടറെ തേടി ഇന്ത്യ അലഞ്ഞു. ശിവം ദുബെയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും എല്ലാം ഇന്ത്യ പരീക്ഷിച്ചെങ്കിലും പാണ്ഡ്യയെ പോലൊരു മാച്ച് വിന്നിംഗ് ത്വര ഉള്ള കംപ്ലീറ്റ് പാക്ഡ് ആയ ഒരു താരത്തെ നമ്മൾ മിസ് ചെയ്തു. ലോകകപ്പിന് മുമ്പ് ബാക്കിയുള്ളത് 2 പരമ്പര മാത്രമാണ് ഇന്ത്യക്ക്. തിരിച്ചുവരവ് മറ്റാരെക്കാളും ഹാർദിക്കിനായിരുന്നു ആവശ്യവും. ലോകകപ്പിന് മുമ്പ് കളിക്കാനുള്ളത് 10 2020 മത്സരങ്ങൾ മാത്രം. ഹാർദിക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതുപോലൊരു ബിഗ് മാച്ച് പ്ലെയറെയാണ് ഇന്ത്യക്ക് ആവശ്യവും. തുടർച്ചയായ
പരീക്ഷണങ്ങളുടെ സമയത്ത് ഒരിക്കൽ ഹാർദിക് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്ന വാചകം ഇങ്ങനെയായിരുന്നു: തിരിച്ചടികളെക്കാൾ മഹത്തരമാണ് തിരിച്ചുവരവ്. വെൽക്കം ബാക്ക് ചാമ്പ്യൻ.